നൂലെടുത്തു വെള്ള നൂലെടുത്തു സൂചിയുടെ ഹോളിനുള്ളിൽ കോർത്തെടുത്തു. ഇനി ഞാൻ തയ്ച്ച് തകർക്കും ഞാൻ. ചോര ചോര. അണ്ണാ എന്താണ് രാവിലെ കുടിക്കുന്നേ? ചോര കുടിക്കുവാടാ. എനിക്ക് കൊടുത്താ ബ്രൂ കോഫി അല്ല. എടാ കയ്യെ സൂചി കൊണ്ടു ചോര പിടിച്ച് ഞാനത് കുടിക്കുവാ. നീ പതിവില്ലാതെ നീ എന്താ ഇങ്ങോട്ടൊക്കെ എന്താ വിശേഷം? നാളെ അല്ലാണ് എന്റെ കല്യാണം. എന്നിട്ട് ഇപ്പഴാണ് നീ പറയാൻ വരുന്നത്. അണ്ണാ 2 ആഴ്ച മുമ്പ് എനിക്കിടാനുള്ള കല്യാണ ഷർട്ടും പെണ്ണിനുണ്ടാനുള്ള കല്യാണ ബ്ലൗസും തയ്ക്കാൻ തന്നിട്ട് പോയല്ലോ ഞാൻ. അത് വാങ്ങിക്കാൻ വന്നാ ഞാൻ. അയ്യോടോ എന്തോ ആലോചിക്കുന്നേ? എന്താ കള്ളം പറയാന്ന് ആലോചിക്കുക. തയ്ച്ചില്ലയോ? നീ ഇത് കണ്ടോ? ഇതാറിയാ? ഇത് SI സാറിന്റെ ഷർട്ടാ. ഇതിന് ചെറിയ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്. അതോടെ ചെയ്തിട്ട് നിന്റെ തയ്ക്കാം. ഇതിനെന്തോ മെയിൻ്റെനൻസ്? SP കണ്ടപ്പോ സല്യൂട്ട് അടിച്ചതാ. കഷം കീറി. ഇപ്പൊ അയാൾ സസ്പെൻഷൻ ഇല്ല. എന്തോ SP കഷം കാണിച്ചെന്ന് പറഞ്ഞു. അണ്ണ എന്റെ ഉടുപ്പ് തയ്ച്ചതാണ് ഇത് കഴിഞ്ഞിട്ട്. ഇതിന് 2 ബട്ടൺസ് കൂടെ പിടിപ്പിച്ചിട്ടേ നിന്റെ തയ്ക്കത്തുള്ളൂ. അണ്ണ ഈ പിള്ളേരുടെ ഉടുപ്പൊക്കെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് തയ്ച്ചു കൊടുത്താ പോരെ? അയ്യത് പിള്ളേരുടെ ഉടുപ്പല്ല, പിന്നെ ബ്ലാച്ചുമുട്ടിലെ കർണാടക സാറിന്റെ ഉടുപ്പാ. കർണാടക സാറിന് 10-42 വയസ്സില്ലേ ഉണ്ടോ? അങ്ങനെ 2ാമത്തെ വയസ്സ് ഇവിടെ തയ്ക്കാൻ തന്നാ 2 ബട്ടൺസ് കൂടെ പിടിപ്പിച്ചിട്ട് വേണം കൊടുക്കാനെ കൊണ്ട്. അയാൾ എന്നും വിളിച്ചു ശല്യം അറിയോ? അണ്ണ എന്റെ ഉടുപ്പ് തയ്ച്ചതാ. വെട്ടി വെച്ചേക്കുവാ. വെട്ടി വെച്ചാ എളുപ്പമാണല്ലോ ഇനി എടുത്ത് തയ്ക്കുന്ന. ഞാനല്ല വെട്ടിയത്, പിന്നെ എലി വെട്ടി വെച്ചേക്കുവാ. നാളെ നിന്റെ കല്യാണം അല്ലയോ? അല്ല നാളെ നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമല്ലോ. 2 ഒരുപോലെ. വീട്ടിലുണ്ടൊരു ജഡ്ജി അമ്മ. നീ എന്നിട്ട് വേണം അവരെ കോട്ടോടി അടിച്ച് പൊറിക്കാൻ. നീ പോയിട്ട് വൈകിട്ട് അപ്പോഴത്തേക്ക് ഞാൻ തയ്ച്ചു വെച്ചാൽ. ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തയ്ച്ച എന്റെ തുണിയും കൊണ്ടാ ഞാൻ പോകുന്നു. എന്നാ നീ ഇവിടെ ഇരിക്കും. നീ പറയുമ്പോ അങ്ങ് പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടി ഞാൻ എന്താ മെഷീൻ അല്ലയോ? ഇതെന്തോ പിന്നെ മെഷീൻ? ഇത് മെഷീനാന്നല്ലോ. അണ്ണാ ലാലേട്ടന്റെ മരക്കാർ സിനിമ അണ്ണൻ കണ്ടോണ്ണ? ഇല്ല, അത് ഇതുവരെ റിലീസ് പോലും ആയില്ലല്ലോ. പിന്നെ ഗിരീഷ് പറഞ്ഞല്ലോ എന്തോ മരക്കാറ് ടൈലർ കണ്ടെന്ന്. അത് ഗിരീഷ് മരക്കാരന്റെ ടൈലർ കണ്ടെന്നാ പറഞ്ഞേ. അല്ല ഞാൻ ഈ ടൈലർ കണ്ടെന്നല്ല പറഞ്ഞേ. അതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ പ്രമോ കണ്ടോന്ന് പ്രമോദിനോട് പോയി ചോദിക്കുമല്ലോ. പെട്ടെന്ന് തയ്ക്കണേ. എന്തുകൂടാ ഇവിടുന്ന് നിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഉടുത്തിരുന്ന മുണ്ടൂടെ വെച്ച് ഞാൻ തയ്ച്ചു. കണക്കായി ഒറ്റ പിടിക്കാ പറഞ്ഞ അറിയാം. ഇവരെങ്ങനെ ഉണ്ട് എന്റെ തയ്യലിന്റെ ഗുണം മനസ്സിലായി? മനസ്സിലായി. ബ്ലൗസിന് നല്ല ഡിസൈൻ ഒക്കെ വെക്കണേ. അടാ നീ അന്ന് അളവ് ബ്ലൗസ് തന്നായിരുന്നോടാ? അയ്യോ അതും മറന്നു. അളവ് ബ്ലൗസ് തന്നു. അലമാരയിലെങ്ങാണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചെണ്ണ? ഞാൻ തയ്ച്ചോണ്ടിരിക്കുവല്ലായിരുന്നു. കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടിയാ. തിരിച്ചു ചെല്ലുമ്പോ ചിലപ്പോ ഞാൻ മറക്കും. ഇതിന്റെ ബ്ലൗസ്. അതാ ബ്ലൗസ്. ഇയാൾ എന്തോ വൃത്തികെട്ട പണിയായി കാണിക്കുന്നേ. എനിക്ക് പുത്തൻ തുണിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. പുത്തൻ തുണിയല്ല, ആ പെണ്ണ് ഇട്ട തുണിയാ. കത്തൻ തുണി. നിന്റെ നെഞ്ചത്തൊരു പൂ വെക്കട്ടെ. എന്റെ നെഞ്ചത്തോ? അല്ല നിന്റെ കല്യാണ ഉടുപ്പിന്റെ പോക്കറ്റല്ലേ ഒരു പനനീർ പുഷ്പം അങ്ങ് കീച്ചട്ടെ. വേണ്ട 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 വേണ്ട. ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാ. എങ്ങനെ? കല്യാണ പന്തല്ലേ എല്ലാരും നിന്റെ പുഷ്പത്തെ മാത്രം നോക്കി നിൽക്കും. എന്റെ പുഷ്പം അങ്ങനെ ആരും കാണണ്ടല്ലോ. വെള്ളമെടുപ്പ് മാത്രം തയ്ച്ചു തന്നാ എന്നാ തീർന്നൊരു കാര്യം നീ ഇട്ട് നോക്കും. അയ്യോ സമയമില്ല, ഞാൻ വീട്ടിൽ കൊണ്ട് പോയി. അങ്ങനെ വീട്ടിൽ കൊണ്ട് ഇടുന്നില്ല. ഇവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്, ഇവിടെ ഇട്ട് നോക്കിട്ട് പോയാൽ മതി. ഇനി തിമ്മണിക്കോളം നൂലം കാണാൻ പൊങ്ങി ഇരുന്നാ പിന്നെ എന്നെ കുറ്റം പറയാനൊക്കെ ഉണ്ട്. അണ്ണാ ഇതിനകത്ത് ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ? ആ പൈസ ഉണ്ടായിരുന്ന ഞാൻ വീട്ടിൽ കഞ്ഞി വെച്ചേനായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ കൂടുതൽ വാങ്ങിക്കണം. ആ പൈസ ഒരു കല്യാണ സംഭാവനയായിട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കലച്ചു ഇട്ടങ്ങ് സുഖിക്കുവാന്നോടാ. ഇട്ടങ്ങ് സുഖിക്കുവാന്നോ? യൂണിവേഴ്സൽ 2021 ഇങ്ങോട്ട് വരൂ. സൂപ്പർ ആയിട്ട്. എന്തുവാണ് ഇത്? എടാ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കാമോ? എന്തിന്? പെട്ടെന്ന് ഞാനങ്ങ് അടിച്ചു തരാം. വേണ്ട, 1 നിമിഷം കൊണ്ട് ഞാനങ്ങ് അടിച്ചു തരാം. എങ്ങനെടാ? കല്യാണം.